ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിക്രമിൻ്റെ തൊട്ട അയൽവക്കത്ത് ഒരു പെണ്ണ് താമസിക്കാൻ വരുന്നുണ്ട്. അപ്പം നന്ദിനി ഈ കാര്യം വന്ന് വേദനയോടും കമലാമ്മനോടും പറയുന്നുണ്ട്. എന്തായാലും ആ പെണ്ണിനെ കണ്ടിട്ടൊരു പന്തികേട് പോലെ തോന്നുന്നുണ്ട് എന്ന് നന്ദിനി അവരോടൊക്കെ പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ശ്രീനിവാസൻ സാറിൻ്റെ ഭാര്യ ശ്രീനിവാസൻ സാറിൻ്റെ വീട്ടിലേക്ക് വരികയാണ്. അവിടെ വെച്ചിട്ട് വിക്രത്തിനോട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓരോരോ കാര്യങ്ങൾ സംസാരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ വിക്രത്തിൻ്റെ ജീവിതത്തിൽ നടന്നല്ലോ, അതേക്കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായാലും നെഗറ്റീവായിട്ടുള്ള സംഭവങ്ങൾ തുടരെ വിക്രത്തിന് ഉണ്ടാവുന്നതായിട്ട് ഒന്ന് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതുണ്ട് എന്ന് പറയുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നെയ്യാറ്റിൻകര സ്വാമിയെ കാണേണ്ടതുണ്ടെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഒരു പുതിയ കഥാപാത്രത്തെ കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ. സാജുക്കുടിയനാണ് ഉണ്ടായൊരു കഥാപാത്രമായിട്ട് വരുന്നത്. അപ്പോൾ അയാളൊന്ന് പോയി കാണണം എന്നൊക്കെ ശ്രീനിവാസ സാറിൻ്റെ ഭാര്യ പറയുന്നുണ്ട്. പിന്നീട് ആ വീട്ടിൽ ഇപ്പോൾ ഭാര്യയൊക്കെ വന്ന നിലയ്ക്ക് ഫർണിച്ചറും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്തിടുന്നുണ്ട്. അപ്പോൾ വിക്രത്തിൻ്റെ വീടിൻ്റെ അടുത്ത് താമസിക്കാൻ വന്നൊരു പെൺകുട്ടി ശ്രീനിവാസൻ സാറിനെ കാണാനായിട്ട് അവിടെ വരികയും അവിടെ വെച്ചിട്ട് വിക്രം അതുപോലെ തന്നെ ആ പെൺകുട്ടിയും തമ്മിൽ സംസാരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഇതേ സമയം വിക്രം അവിടെ നിന്ന് പോയതിന് ശേഷം പിന്നീട് നമ്മുടെ അനിയൻകുട്ടൻ്റെ അടുത്ത് നിന്ന് വർത്താനം പറയാണ്. അതിന് വർത്താനം പറയാൻ നിൽക്കുന്ന സമയത്ത് രാധ വരുന്നുണ്ട്. രാധ വന്നിട്ട് രാധ വിക്രത്തിനോട് ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കല്യാണത്തിൻ്റെ കാര്യങ്ങളും കല്യാണം നടന്ന കാര്യങ്ങളും. എന്തായാലും വിക്രം ആളെ കഴുത്തിൽ താലിയൊന്നും കെട്ടിയിട്ടില്ലല്ലോ, അതെനിക്കൊരു ആശ്വാസമായി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ജോസഫ് പറയുന്നുണ്ട്, എന്തായാലും ഈ രണ്ട് പെണ്ണുങ്ങൾ കാരണം നിൻ്റെ ജീവിതം ഒരു വഴിക്കാകും എന്ന് പറയുന്നുണ്ട് കേട്ടോ. അത്രയും പ്രമോല് കാണിച്ചിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.